സസ്പെൻഷൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നടപടിക്ക് വിധേയയായ വയനാട് ഡെപ്യൂട്ടി കളക്ടർ സി ഗീത മാതൃഭൂമി ന്യൂസിനോട്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഭൂമി തരം മാറ്റി കൊടുത്തില്ല എന്ന് കാണിച്ച് ഇന്നലെയാണ് ഗീതയെ സസ്പെൻഡ് ചെയ്തത്. ഡെപ്യൂട്ടി കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് കോടതിയലക്ഷ്യമാണെന്ന് പരാതിക്കാരൻ KJ ദേവസ്യ പ്രതികരിച്ചു. വകുപ്പ് തല നടപടിയല്ല എന്ന് റവന്യൂ മന്ത്രി K രാജനും പറഞ്ഞു. നൂൽപ്പുഴ വില്ലേജിലെ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പാലിച്ചില്ല എന്ന പേരിലാണ് വയനാട് ഡെപ്യൂട്ടി കളക്ടർ സി ഗീതയെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഭൂമി തരം മാറ്റി കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടില്ലെന്ന് സി ഗീത മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഉചിതമായ നടപടിയെടുക്കണമെന്ന് മാത്രമാണ് ഉത്തരവ്. കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും ശുപാർശകൾ പ്രതികൂലമായതുകൊണ്ടാണ് തരം മാറ്റൽ അനുവദിക്കാതിരുന്നത് എന്നും സി ഗീത പറഞ്ഞു. കൈക്കൂലിയുടെ പേരിലുള്ള പരാതി വ്യാജമാണെന്നും അവർ അറിയിച്ചു. ഞാൻ ഈ എല്ലാ റിപ്പോർട്ടുകളും പരിശോധിച്ചു. കൃഷി ഓഫീസറുടെ, വില്ലേജ് ഓഫീസർ തന്ന റിപ്പോർട്ട്, KSREC റിപ്പോർട്ട്, അതായത് 2008 മുമ്പേ ഭൂമി നികന്നിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ KSREC റിപ്പോർട്ട് വാങ്ങിച്ചതിൽ അത് പറഞ്ഞിട്ടില്ല, ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും ഇയാൾക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്ഥലം കൂടിയും പരിശോധിച്ചു. അപ്പോൾ കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അപേക്ഷ നിരസിച്ചു കൊടുത്തത്. അപ്പോൾ അയാളെ തെളിയിക്കണം. എനിക്കതാണ്, ഞാൻ കാശ് ചോദിച്ചിട്ടുണ്ടെന്ന് ഈ വ്യക്തി തെളിയിക്കണം. അതാണ് എൻ്റെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെ പരിഹസിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന് പരാതിക്കാരനും കേരള കോൺഗ്രസ് എം നേതാവുമായ KJ ദേവസ്യ പ്രതികരിച്ചു. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും പരിഗണിക്കാമെന്ന്. അപ്പോഴാണ് അഭിജിതനായിട്ടൊരാൾ ഇവരുടെ കൂടെ ഉള്ളതായിരിക്കണം, ഇവിടെ കൂടെ ഉള്ളത് തന്നെയാണ്. നിങ്ങൾ ഡെപ്യൂട്ടി കളക്ടർ കാര്യം നടക്കണമെങ്കിൽ ഒരു 10,000 രൂപയും കയ്യിലൊക്കെ ഇരിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അതിന് നേരെയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് മുമ്പാണ് ഇവരിപ്പോൾ ഈ ഓർഡർ നിരാകരിച്ചുകൊണ്ടുള്ളത് തന്നിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് സി ഗീതയ്ക്കെതിരെ നടപടിയെടുത്തതെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. ഓൺലൈൻ രേഖകൾ പ്രകാരം കുറച്ച് ബോധപൂർവമായിട്ടുള്ള ഡിലേ ഈ കാര്യത്തിൽ ഉണ്ടായതായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. പല തരത്തിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും ബോധപൂർവമായിട്ടുള്ള ഡിലേ ഉണ്ടായതായി തോന്നി. പ്രത്യേകിച്ച് ഒരാരോപണവും സർക്കാർ ഉന്നയിച്ചിട്ടില്ല. ഗീതയ്ക്കെതിരായ നടപടി ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് NGO അസോസിയേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.